ഉമ്മാന്റെ കുറ്റങ്ങൾ പറയുന്ന അല്ലെ ഭാര്യ ഉമ്മാന്റെ എന്തെങ്കിലും തെറ്റുകൾ പറയുന്ന സമയത്ത് അതിന് സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഉമ്മ ഭാര്യയുടെ തെറ്റുകൾ പറയുന്ന സമയത്തും അതുപോലെ വല്ലാതെ സപ്പോർട്ട് കേൾക്കുക, എന്നാലും വല്ലാതെ സപ്പോർട്ട് ചെയ്യാതെ അത് അവൾക്ക് അറിയാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാതെ നിൽക്കുന്ന ഒരു മീഡിയേറ്റർ, ഇടയിലുള്ള ഒരാളായിട്ട് വേണം എപ്പോഴും ഭർത്താവ് നിൽക്കാനായിട്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എപ്പോഴും ഭാര്യയോട് ഉമ്മയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഉമ്മ എന്നൊരിക്കലും പറയാൻ പാടില്ല, നമ്മുടെ ഉമ്മ എന്ന് പറയാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെയാണ് ഉമ്മയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്തും നമ്മുടെ ഭാര്യയുടെ പേര് പറഞ്ഞിട്ട് നമ്മുടെ ഷഫ്നാന്നോ നമ്മുടെ ഷബനാന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാം. അപ്പോൾ ഒരിക്കലും അതൊരു മറ്റൊരു വീട്ടിലെ കുട്ടിയാണെന്നുള്ള ചിന്ത അവരിൽ നിന്നും പോകും. നമ്മുടെ എന്ന് പറയുന്നതിൽ ഒരുപാട് അന്വർത്ഥങ്ങളുണ്ട്. അപ്പൊ അത് എപ്പോഴും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്.